തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചെടുക്കുക. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാവുന്നില്ല. എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക. പാർട്ടി ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്നേ ഉള്ളൂ. ഗവൺമെൻറ്റും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കർശനമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ PSC മെമ്പർമാരെന്ന് ജയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല. നല്ല മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ PSC മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുന്നു. അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. CPIM-ൽ പുതിയ വിവാദം, പുതിയ പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും വാർത്ത വരിക. പിന്നാലെ ഓൺലൈൻ താൽപ്പര്യ ഗ്രൂപ്പുകൾ അതെടുത്ത് മന്ത്രി റിയാസിനെതിരെ പ്രചരിപ്പിക്കുക. ഇതൊക്കെ ശരിയാണെന്ന് കുറേ പേരെങ്കിലും പറഞ്ഞു പറ്റിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. പക്ഷേ മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും മന്ത്രി റിയാസ് തന്നെയും വ്യക്തത വരുത്തിയതോടെ PSC അംഗത്വ കോഴ വിവാദം ഏശാതെ പോയി. പണം വാങ്ങി PSC അംഗങ്ങളെ നിയമിക്കുന്ന രീതി പാർട്ടിക്കില്ലെന്ന് സെക്രട്ടറി പറഞ്ഞു. പാർട്ടിയും സർക്കാരും വേണ്ട നടപടിയെടുക്കും. PSCയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ഇല്ലാ കഥകൾ മെനഞ്ഞ് വ്യക്തിത്വ ഹത്യ നടത്താൻ തുനിയുന്നവരെ വിമർശിച്ചുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണങ്ങളായി എന്തും പറയുക എന്ന നിലയിലാണ് ചിലരുടെ പ്രവർത്തനം. എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ പോലും ആവാതെ തള്ളപ്പെട്ടതാണെന്ന കാര്യം ഇക്കൂട്ടർ സൗകര്യപൂർവ്വം വിസ്മരിക്കും. മന്ത്രി റിയാസിനെതിരെ നടത്തിയ വ്യക്തിത്വ ഹത്യ പൊളിഞ്ഞു വീഴുന്നതാണ് PSC വാർത്തയിലും കണ്ടത്. ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ് CPIM, ഡോക്ടർ പ്രേംകുമാർ ഇടതു നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഞാൻ ആദ്യം ശ്രീ സജീഷിലേക്ക്. സജീഷ്, ഇന്നലെ മാതൃഭൂമിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കണ്ടു, ഇന്ന് മനോരമയുടെ ഫ്രണ്ട് പേജ് വാർത്ത കണ്ടു. അപ്പോൾ രണ്ടിൻ്റെയും തലക്കെട്ടുകളിൽ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു. CPM-ൽ പുതിയ വിവാദം, ഇന്നലെ മാതൃഭൂമി, ഇന്ന് മനോരമയിൽ PSC അംഗത്വത്തിന് 60 ലക്ഷം, CPM-ൽ പുതിയ പ്രതിസന്ധി. അപ്പോൾ ഇന്നലെ പുതിയ വിവാദം, ഇന്ന് പുതിയ പ്രതിസന്ധി. ഇത് രണ്ടും CPM-നകത്ത് അങ്ങനെ വിവാദവും പുതിയ പ്രതിസന്ധിയും രൂപപ്പെട്ടു എന്ന നിലയിലാണ് ഇത്തരമൊരു വാർത്തയുടെ വരവ്. ഞാൻ ഈ സൂചിപ്പിച്ച വിധത്തിലായിരുന്നല്ലോ. ഇന്നത് ചോദ്യോത്തര വേളയിൽ തന്നെ സഭയിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതും കണ്ടു. ശരിയാണ് ശ്രീ ശരത്ത്. സംഘടിതമായി ഒരേപോലെയുള്ള വാർത്തകൾ കൊടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പതിവ് ശൈലിയായി മാറിയിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തന്നെ എല്ലാ ഘട്ടത്തിലും ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് മനോരമയുടെ തന്നെ ഉടമസ്ഥർ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുൾപ്പെടെ പറയുന്ന നിലയിലേക്ക് മാറുന്നത്. അത് അവരുടെ പ്രവർത്തനങ്ങളിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏത് രീതിയിലും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വലിയ ഹെഡിങ്ങുകൾ, ബിഗ് ബ്രേക്കിങ്ങുകൾ ഇതെല്ലാം നൽകിയതിന് ശേഷം വലിയ തലക്കെട്ടുകൾക്ക് പകരം ചെറിയ തിരുത്തുകൾ. ആ തിരുത്തുകൾ ആരും ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ബിഗ് ബ്രേക്കിങ്ങുകളും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും നടത്തുക. ആ ചർച്ചകളെല്ലാം കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ കാണും. വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ ആളുകളുടെ കണ്ണിൽപ്പെടും. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത്, അപ്രധാനമായ ഒരു സമയത്ത് ഞങ്ങൾ അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുന്ന ഈ മാധ്യമങ്ങളുടെ കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും MA ബേബിക്കെതിരായി വാർത്ത കൊടുത്തതിൻ്റെ ഭാഗമായി ഏഷ്യാനെറ്റും 24 ന്യൂസും ഇന്ന് മാപ്പപേക്ഷ നൽകിയിട്ടുണ്ട്.
ജനങ്ങളുടെ മുന്നിൽ അവർ മാപ്പ് പറയുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മാപ്പുകളൊന്നും ആരും അറിയുന്നില്ല. ഇവരുടെ തെറ്റായ ഈ പ്രചരണങ്ങളെ ആരും അറിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ പരാമർശിച്ച കാര്യങ്ങൾ, CPM-നകത്ത് എന്തെങ്കിലും പ്രതിസന്ധിയുമില്ല. CPM ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് ഒരാൾക്കും പറയാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായും ചിന്തിച്ചാൽ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞ പോലെ തന്നെ PSC മെമ്പർമാരെയൊക്കെ നിയമിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നെല്ലാം ഉള്ളത് സാമാന്യ യുക്തിയിൽ ആളുകൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉതകുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുക, എന്നിട്ട് എന്തിനും ഏതിനും കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ PM മുഹമ്മദ് റിയാസിനെ അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തര പരിശ്രമം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ തുടങ്ങുന്നതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അക്രമം നേരിടേണ്ടി വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന്, മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. ആ മികച്ച പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. PWD രംഗത്തായാലും അതുപോലെ തന്നെ ടൂറിസം രംഗത്തായാലും കേരളത്തിലുണ്ടായ മാറ്റമെന്ന് പറയുന്നത് എല്ലാവരുടെയും കൺമുന്നിൽ ദൃശ്യമാണ്. ആ ദൃശ്യത്തെ മാച്ചു കളയാൻ വേണ്ടി കഴിയില്ല എന്നത് ഒരു കാര്യം. മറ്റൊരു രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൂടി അപമതിക്കാൻ ഇവർ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, ബന്ധുത്വത്തിൻ്റെ പേരിൽ പദപ്രയോഗം നടത്തുക, ഒരു മെറിറ്റുമില്ലാതെയാണ് മന്ത്രിയായത് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുക. നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നിന്നും DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. സഖാവ് EP ജയരാജൻ വന്നിട്ടുണ്ട്, സഖാവ് M വിജയകുമാർ വന്നിട്ടുണ്ട്, സഖാവ് MA ബേബി വന്നിട്ടുണ്ട്, സഖാവ് KN ബാലഗോപാൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ MB രാജേഷ് വന്നിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണൻ വന്നിട്ടുണ്ട്. ഈ വന്ന ആളുകളെല്ലാം മന്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചുമതലകൾ വഹിച്ചവരോ ആണ് എല്ലാവരും തന്നെ. അപ്പോൾ DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയായി പ്രവർത്തിച്ച ഒരാളെ ഏതോ രീതിയിൽ ഇതാ ഇപ്പോൾ വന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആദ്യ തവണ MLA ആയി മന്ത്രിയായിരിക്കുന്നു. ഈ മന്ത്രിസഭയിൽ തന്നെ 6ഓളം പേരെ പരിശോധിച്ചാൽ ആദ്യമായി MLA ആയി മന്ത്രിയായവർ ഈ മന്ത്രിസഭയിലുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ചില വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്ത്, അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയെ കൂടി ആക്രമിക്കാനുള്ള ഒരു ടൂളായി അതിനെ ഉപയോഗിക്കാമെന്നുള്ളതുകൊണ്ടല്ലേ? അങ്ങനെ ഉപയോഗിക്കുകയാണല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിയായത് എത്രാമത്തെ പ്രാവശ്യം MLA ആയിട്ടാണ് എന്നതുൾപ്പെടെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ പ്രവർത്തനമോ അവരുടെ പ്രവർത്തനാനുഭവങ്ങളോ വർത്തമാനകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളോ വകുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളോ ജീവിതാനുഭവങ്ങളോ സമരങ്ങളും പോരാട്ടങ്ങളും ജയിൽവാസവും എല്ലാം ഉൾപ്പെടെയുള്ള അനുഭവങ്ങളൊന്നുമല്ല ഇവിടെ പ്രശ്നം. പ്രത്യേകമായ ലക്ഷ്യം വെച്ച് തുടർച്ചയായി വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ശ്രീ PM മുഹമ്മദ് റിയാസിനെതിരായി. അത്തരം വാർത്തകൾ പ്രചരിപ്പിച്ച് അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയുമ്പോൾ ഇവരാരെങ്കിലും ഒറ്റ അക്ഷരമുണ്ടാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ പോലും നമുക്കറിയാം, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആ മേഖലയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അത് UDFൻ്റെ കാലത്തുൾപ്പെടെ നടന്നത് ചർച്ച ചെയ്യുകയും അതിന് കെ ബാബു ഉൾപ്പെടെ മറുപടി കൊടുത്തതും എല്ലാം നിയമസഭാ രേഖയായി മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ടൂറിസം മിനിസ്റ്ററെ ഇകത്തി കാണിക്കാൻ വേണ്ടി ആ കാര്യത്തിലും വാർത്ത നൽകി. ഇപ്പോൾ എന്താണ് അവസ്ഥ? അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? വസ്തുതകളും കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ അത് തിരുത്തി പറയാൻ വേണ്ടി പോലും തയ്യാറാകുന്നില്ല. അടിസ്ഥാനരഹിതമായി എന്തും പ്രചരിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിലൊരു മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ PM മുഹമ്മദ് റിയാസിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹെയ്റ്റ് ക്യാമ്പയിനെതിരായി ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിനെതിരായി ജനങ്ങളാകെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത് സാധ്യമാകുമോ? ഇവർ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ രീതിയിലുള്ള വാർത്താവിന്യാസം അത് ഈ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും നടക്കില്ല. ഇവർക്ക് തോന്നിയ പോലെ അവർക്കിഷ്ടമില്ലാത്തവരെ എത്തിക്കാണിക്കാനും എല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തേതെല്ലാം വാർത്ത വന്നു, ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ശ്രീമതി വീണ ജോർജിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വലിയ എക്സ്ക്ലൂസീവായി വാർത്ത സംരക്ഷണം ചെയ്തല്ലോ ഒരു മാധ്യമം, ആ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേക മാധ്യമ പ്രവർത്തകൻ. ഇതെല്ലാം പിന്നീട് എവിടെയാണ് എത്തിയത്? സത്യസന്ധമായ അന്വേഷണത്തിലൂടെയും മറ്റും കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊള്ളയായ കളവായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ കേരളത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. ആ സമയത്ത് ഈ മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരോ മിണ്ടുന്നില്ല എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അതാണ് തങ്ങളുടെ ജോലി എന്നുള്ള നിലക്കാണ് കാണുന്നത്. റൈറ്റ്. ഞാൻ സജീഷിലേക്ക് മടങ്ങി വരാം.
ഇവിടെ ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ സജീഷ് പറഞ്ഞതിൽ നിന്ന് തന്നെ താങ്കളിലേക്ക് വന്നാൽ, ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം പരിശോധിച്ചാൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ആയ ആളാണ്. അതേ നിലയിൽ തന്നെ കേരളത്തിൻ്റെ CPIM രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന നിരവധി ആളുകളെ നമ്മൾക്ക് കാണാം. പക്ഷേ ഒരു സർക്കാരിൽ മന്ത്രിയായി ഇരിക്കുമ്പോഴും ഈ കാലയളവിൽ ഒരു സർക്കാരിൻ്റെ പാതികാലം പിന്നിട്ടിട്ടും കുറേ ആളുകൾ വളരെ ബോധപൂർവം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്ന നിലയിൽ മാത്രം മുഹമ്മദ് റിയാസിനെ കാണാനും പ്രചരിപ്പിക്കാനും വിശേഷിപ്പിക്കാനും അഭിസംബോധന ചെയ്യാനും മറക്കാത്ത വിധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ സമീപകാലത്തെ ഏത് പ്രശ്നത്തെയും മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുക. ഇപ്പോൾ CPIMൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി 19ൻ്റെ ആവർത്തനം ഉണ്ടാകുമ്പോഴും അതിൻ്റെ ആകെ വാർത്തകളും അതിൻ്റെ ഒരു പ്രതലവും മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. SFIയുമായി ബന്ധപ്പെട്ട കാര്യം വന്നാൽ അത് മുഖ്യമന്ത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഏത് വിഷയത്തെയും മുഖ്യമന്ത്രിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അതിന് ഏറ്റവും നല്ല സാധ്യത എന്ന നിലയിലേക്ക് മന്ത്രി റിയാസിനെയും അദ്ദേഹത്തിൻ്റെ വകുപ്പിനെയും കാണുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണോ നിരന്തരം ഇങ്ങനെ പല ആരോപണങ്ങളും ഉന്നയിക്കുക? ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് അത് വസ്തുതയില്ലാത്തതാണ് എന്നും കേരളത്തിന് ബോധ്യപ്പെടുമ്പോൾ അത് പലപ്പോഴും മെല്ലെ വലിയുകയാണ്. അപ്പോൾ ഇത് ഒരു ശൈലിയായി കേരളത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ പർട്ടിക്കുലറായി വിഷയത്തിലേക്ക് വന്നാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വാർത്ത വരുന്നു. ഇന്ന് സഭയിലേക്ക് വരുമ്പോൾ ചോദ്യോത്തരവേളയിൽ ഇത് ഒരു ചോദ്യമായി വരുന്നു. മുഖ്യമന്ത്രി അതിന് നല്ല മറുപടി PSCയുമായി ബന്ധപ്പെട്ട് നൽകുന്നു. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അതിനപ്പുറത്തേക്ക് എടുക്കാൻ പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല. അപ്പോൾ അതായത് ഒന്ന് ഇട്ട് നോക്കുകയാണ്, കൊത്തുന്നുണ്ടോ, പിടിക്കുമോ എന്ന നിലയിലേക്കുള്ള ഒരുതരം പരിധിവിട്ട ധാർമ്മികത തീണ്ടാത്ത കളിയാണോ നടന്നു വരുന്നത്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF രണ്ടാമത് വിജയിച്ചതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും UDFും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ കാറ്റലിറ്റിക് ഫാക്ടറായിട്ട്, ഏറ്റവും വലിയ രാസത്വരകമായിട്ട് പ്രവർത്തിച്ചത് പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളും സ്റ്റേറ്റ്സ്മാൻ എന്ന് ശശി തരൂർ പോലും വിശേഷിപ്പിച്ച പോലെയുള്ള ആ ഇൻ്റർഫിയറൻസസും ഓരോ ക്രിട്ടിക്കൽ സമയത്തിലുള്ള ഇടപെടലുകളും ഒക്കെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാവുന്നതാണ്, മീഡിയ ആയിരുന്നാലും UDF ആയിരുന്നാലും, ഗോവിന്ദ മാഷ് പറയുന്ന പോലെ ഒരു മുന്നണിയേ ഉള്ളൂ, അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മീഡിയയും കൂടെ. വളരെ കൃത്യമായിട്ടും മുഖ്യമന്ത്രിയെ, പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ, ഫാമിലി ലൈഫിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഇന്നലെ മുതൽ കേൾക്കുന്ന ഈ വാർത്ത, അതായത് PSC മെമ്പർ വളരെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്. കേരളത്തിൽ PSCയിലെ മെമ്പർ ആയിരിക്കുന്ന ഒരാൾക്ക് അതിനുശേഷം വൈസ് ചാൻസലർ ആവാൻ പോലും പറ്റില്ല. അതുകൊണ്ട് വൈസ് ചാൻസലർ ആവാൻ പറ്റാതിരുന്ന ഒരാളുണ്ട് എൻ്റെ സുഹൃത്ത്, PSC മെമ്പർ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ലീഗിൻ്റെ നോമിനേറ്റ് വൈസ് ചാൻസലർ ആവാൻ നോക്കിയപ്പോൾ പറ്റില്ല, അയാൾ ആദ്യം PSC മെമ്പർ ആയിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം അത്രയും വലിയൊരു പൊസിഷനിലേക്ക് 60 ലക്ഷം രൂപ വാങ്ങിച്ച് അപ്പോയിന്റ് ചെയ്യാൻ, കൈക്കൂലി വാങ്ങാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു ആരോപണമാണ്, ഭയങ്കര എക്സ്പ്ലോസീവ് സാധ്യതകളുള്ളൊരു സംഗതിയാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു 3 ആഴ്ച മുമ്പേ ഇതേ മുഹമ്മദ് റിയാസിനെയും പിണറായി വിജയന്റെ ഫാമിലിയെയും ടച്ച് ചെയ്യുന്ന മറ്റൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് നടന്ന കേരളത്തിൽ TV നടന്ന ആദ്യ ചർച്ചയിൽ, 7 മണിയുടെ ചർച്ചയിൽ ഞാനായിരുന്നു പങ്കെടുത്തിരുന്നത്. അന്ന് വന്നിരുന്ന വാർത്ത, എക്സാലോജിക് സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയുടെ പേരിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെന്നും മറ്റേ ലാവ്ലിൻ, PwC പോലുള്ള കമ്പനികളിൽ നിന്നൊക്കെ പണം വന്നിട്ടുണ്ടെന്നുള്ള ഭയങ്കര എക്സ്പ്ലോസീവായ വാർത്തയായിരുന്നു. ഒരു BJP നേതാവായ ഷോൺ ജോർജ് ആണ് അത് റിവീൽ ചെയ്തിരുന്നത്, മനോരമയാണ് ക്യാരി ചെയ്തിരുന്നത്, VD സതീശനായിരുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു അത് ആഘോഷിച്ചത്. പക്ഷേ ഒരാൾ പോലും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കമ്പനി, ഒറിജിനൽ കമ്പനി അവിടെ ഉണ്ടോ, ആ കമ്പനിയുടെ ഓണേഴ്സ് ആരാണെന്നുള്ളത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രം മാറിയിട്ട് നന്മണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സാസൂൺ സാദിഖ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു ടെക്കി ഓൺട്രപ്രീനറുടെ കമ്പനി ആയിരുന്നു അത്. അങ്ങനെ ഒരു കമ്പനി അവിടെ ഉണ്ടായിരുന്നു. എക്സാലോജിക് എന്നുള്ള കോമൺ പേര് മാത്രം എടുത്തിട്ടാണ്. പക്ഷെ ആ വാർത്ത ബ്രേക്ക് ചെയ്ത സമയത്ത് ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ റിയാസ് മിനിസ്റ്ററോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. ഇവര് വീണയോ അല്ല അവരുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും UAE വിസ പോലും ഇല്ല ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. അത് മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷെ ഒരൊറ്റ രാത്രി കൊണ്ട് ആ വിവാദം അവസാനിച്ചു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് അവസാനിച്ചാൽ പോലും ആളുകളുടെ ആക്റ്റീവ് മെമ്മറിയിലേക്ക് മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, ചെറിയൊരു കാര്യം മാത്രമാണ് ഉണ്ടാവുക.
അപ്പൊ ഇതുപോലും PSC മെമ്പർ ആവാൻ വേണ്ടിയിട്ട് കാശ് വാങ്ങിച്ചു എന്നുള്ളത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു ആരോപണമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഇരുന്നതിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് പരാതി കൊടുത്തത് അറിയില്ല, ആര് വാങ്ങിച്ചു എന്നാണ് ഒരു പ്രമോദ് എന്ന് പറഞ്ഞ ആളുടെ, കോഴിക്കോടുള്ള DYFI നേതാവിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം പറയേണ്ടത് എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നത് പരാതി കൊടുത്തത് മുഹമ്മദ് റിയാസ് ആണ്, മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ആണ് പരാതി കൊടുത്തതെന്ന് പറയുന്നു. ഇന്ന് വൈകുന്നേരം ഒരു ചാനലിൽ കോഴിക്കോടുള്ള റിപ്പോർട്ടർ പറയുന്നത് കേട്ടത് PSC മെമ്പർ ആവാൻ വേണ്ടിയിട്ടല്ല, PSC അപ്പോയിന്റ്മെന്റിനാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന സൂചനകൾ. അപ്പൊ എന്തുകൊണ്ടാണ് പരാതി കൊടുത്ത പൈസ കൊടുത്ത അല്ലെങ്കിൽ പൈസ പോയിട്ടുള്ള ആളെ കിട്ടാത്തത്? അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവര് വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് കേസോ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ഇല്ലെങ്കിൽ പറയും ഇത് കംപ്ലീറ്റ് ഒതുക്കി തീർത്തു എന്ന്. അതായത് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പം വലിയ സാധ്യതകളുള്ളതും ആളുകളെ മുഴുവൻ ഞെട്ടിക്കുന്നതും, പക്ഷെ ഒന്ന് ചെകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂചനകളും തെളിവുകളും ബാക്കിയില്ലാത്ത സംഗതികളുമാണ്. ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെ തന്നെ അഴിമതി എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ കാശ് കൊടുത്ത് സ്ഥാനങ്ങൾ വാങ്ങുക എന്നുള്ളത് അതിന് വളരെ വളരെ പ്രോണാണ് മലയാളികൾ. അതായത് 60 ലക്ഷമല്ല 1-2 കോടി രൂപ പോലും കൊടുത്ത് വലിയ പൊസിഷൻസ് വാങ്ങാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ് മലയാളികൾ. അത് വളരെ വളരെ കൃത്യമായൊരു വാസ്തവമാണ്. അതിന്റെ ഇടനിലക്കാരായിട്ടുള്ള ഇഷ്ടംപോലെ ആളുകളും നാട്ടിലുണ്ട്, അതും ശരിയാണ്. ആ ഒരു അർത്ഥത്തിൽ കറപ്ഷൻ എന്നുള്ളത് ഒരു ഹാബിറ്റ് ഓഫ് ലൈഫ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അങ്ങനെയുള്ളൊരു ഇടത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന, CPMന്റെ ഭാഗമായി നിൽക്കുന്ന പൊസിഷനിലുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ളൊരു ഇൻവോൾവ്മെന്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക, അതിന്റെ പ്രോസസ്സ് നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരാൾ, അദ്ദേഹം CPMന്റെ മെമ്പർ ആയിക്കോട്ടെ, നേതാവായിക്കോട്ടെ, DYFI കാരനോട്ടെ, ഇനിയിപ്പോൾ ഞാനായിക്കോട്ടെ, ശരത്ത് ആയിക്കോട്ടെ, ഏതെങ്കിലും CPM ലീഡേഴ്സിന്റെ മിനിസ്റ്റേഴ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരെയെങ്കിലും പറ്റിക്കുകയോ പറ്റിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ ശ്രമത്തെ തടയുകയും അതിനെ അന്വേഷിക്കുകയാണ് വേണ്ടത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ആരും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നോ ഒരു ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നോ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. ഉണ്ടാവാം, ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അത്തരത്തിലുള്ള പ്രോസസ്സ് നടക്കും. പക്ഷേ ഈ ബഹളങ്ങൾ മുഴുവൻ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുഴുവൻ, ചർച്ചകൾ മുഴുവൻ മുഹമ്മദ് റിയാസ് PSC സീറ്റ് വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ള ഈ 2 സംഗതികൾ മാത്രമാണ്. ഇതിന്റെ പിന്നിലുള്ളത് വളരെ കൃത്യമായിട്ടും മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞൊരു മിനിസ്റ്ററെ ടാണിഷ് ചെയ്യുക എന്നുള്ളതല്ല, വളരെ കൃത്യമായിട്ടും പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയെ, LDFന് നേതൃത്വം കൊടുക്കുന്ന, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളെ കറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സംഗതിയാണ്. അതായത് 8 വർഷക്കാലത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 10,000 ചർച്ചകളെങ്കിലും കേരളത്തിലെ ചാനലുകൾ നടന്നിട്ടുണ്ടാവും. പിണറായി വിജയനും കുടുംബാംഗങ്ങളും നടത്തിയ കോടിക്കണക്കിന് ഡോളർ അഴിമതികളെ പറ്റിയിട്ട്. ഇന്നേ വരെ ഇത്രയും കേന്ദ്ര ഏജൻസികൾ എല്ലാം ഇവിടെ വട്ടമിട്ട് പറഞ്ഞിട്ടും ഒരു കേസ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ എടുക്കാനോ തെളിവ് ഹാജരാക്കാനോ പറ്റിയിട്ടില്ല. അന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് ചർച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ പറഞ്ഞത് KT ജലീൽ മിനിസ്റ്റർ KT ജലീൽ ഖുറാനിൽ സ്വർണം കടത്തി, അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പറഞ്ഞത് രാജിവെക്കല്ലോ വേണ്ടത്, ഖുറാനിൽ സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടതെന്നായിരുന്നു. എത്രമാത്രം ബഹളങ്ങളായിരുന്നു, എത്രമാത്രം ആരോപണങ്ങളായിരുന്നു. ഒരെണ്ണം പോലും തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അസ്തമിച്ചു പോവാണ്. അന്നൊക്കെ ഒരു 3 മാസം 4 മാസമൊക്കെ നിൽക്കുമായിരുന്നു ഒരു ഇഷ്യൂ. പക്ഷെ ഇപ്പോഴത് മണിക്കൂറുകളുടെ ആയുസിൽ പോവുകയാണ്. പക്ഷേ ഒരെണ്ണം നിൽക്കുകയല്ല, അതിനുശേഷം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, പാർട്ടിയിലുള്ള ആളുകൾ വളരെയേറെ ജാഗ്രതയോടെ നിൽക്കേണ്ട കാര്യമാണ്. കാരണം കൂട്ടത്തിൽ നിൽക്കുന്നവരോ കൂട്ടത്തിൽ നടക്കുന്നവരായിട്ടുള്ള ആര് ചെയ്യുന്ന ഏത് കാര്യവും, അതായത് ടോട്ടൽ ഗാലറി ഇതിനെ ഫിനിഷ് ചെയ്യാൻ ഇനിയും ഒരു തവണ കൂടെ LDF വരിക അല്ലെങ്കിൽ LDF തുടരുക എന്നുള്ള അവസ്ഥയെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോഴുള്ളതിൻ്റെ 2-3 ഇരട്ടി ജാഗ്രതയോടെ നിലനിൽക്കുക എന്നുള്ളതാണ് വേണ്ടത്. PSC മെമ്പർമാരെ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കെടുകാര്യസ്ഥതകൾ ഉണ്ടോ എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതുമാണ്. കാരണം നമുക്ക് അറിയില്ല എന്നൊന്നുള്ളത്. ഇപ്പോൾ CPMന്റെ പാനലിൽ നോമിനികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരൊക്കെ എല്ലാ അർത്ഥത്തിലും PSCയുടെ മെമ്പർമാരാവാൻ അതിനേക്കാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരുടെ ടോട്ടൽ കരിയറിൽ, പ്രൊഫഷണൽ കരിയറിൽ, പേഴ്സണൽ ലൈഫിലൊക്കെ അത്രയും ഉയർന്ന സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും നൈതികതയും ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. ആ ആളുകൾ ആരും തന്നെ ഇത്തരത്തിലുള്ളൊരു വഴിയിലൂടെ പോകുന്നവരൊന്നുമല്ല. എങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു സംഗതി പറയുമ്പോൾ
PSC മെമ്പറുടെ പോസ്റ്റ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ആളുകളൊന്ന് ഞെട്ടുകയും കൂട്ടത്തിൽ കേൾക്കുന്ന പഴയ പരസ്യങ്ങളിലൊക്കെയുള്ള അതേ സംഗതിയാണ്. ഒരു പേര് കാണിക്കുന്നു, ഇങ്ങനെ നൊരഞ്ഞു പൊതയുന്ന കടൽപ്പുറം കാണിക്കുന്നു, അതിനുശേഷം ഒരു ഷേവിംഗ് ക്രീം കാണിച്ചാൽ ഈ ഷേവിംഗ് ക്രീം ഉപയോഗിച്ചാൽ ഇതുപോലെ പതയും എന്ന് നമുക്ക് തോന്നുന്നത് പോലെ മുഹമ്മദ് റിയാസ് എന്നുള്ള പേര്, പിണറായി വിജയൻ എന്നുള്ള പേര്, PSC കോഴ എന്നുള്ള പേര്, ഇതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നെറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്. അതിനെ പ്രതിരോധിക്കാൻ കുറച്ചും കൂടെ സമർത്ഥമായിട്ടും സ്ട്രാറ്റജിക് ആയിട്ടും ഇടതുപക്ഷ ഗവൺമെന്റും പാർട്ടിയും ഒക്കെ ആലോചിക്കലല്ല ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കോൺടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഇന്നലെയും ഇന്നുമായി വന്ന വാർത്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ടുണ്ടാകാം, നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് നിയമസഭയിലും ഇതെല്ലാം കടന്നു വന്നു. അപ്പോൾ ഇത് നേരത്തെ പ്രേംകുമാർ പറഞ്ഞ പോലെ മണിക്കൂറുകൾ കൊണ്ട് ഈ വിവാദത്തിൻ്റെ, ഈ വാർത്തയുടെ ആയുസ് നഷ്ടപ്പെടും വിധം ഇതിൻ്റെ പ്രതികരണങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇതിൽ എത്രമാത്രം ഗൗരവമുണ്ട്. ഇതിൽ ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സംശയത്തിൻ്റെയോ ഒരു ഇടപെടലിൻ്റെയോ കോഴയുടെയോ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആളുകൾക്ക് അതിവേഗം മനസ്സിലാകും. ആ നിലയിൽ മുഖ്യമന്ത്രിയുടേതായാലും മന്ത്രിയുടേതായാലും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയുടേതായാലും ഒക്കെ പ്രതികരണം ഇന്ന് നമ്മുടെ മുമ്പിലൊക്കെ വന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെ അവസാനിച്ചു പോയ ഒരു മണിക്കൂറുകൾ മാത്രം ആയുസ്സുണ്ടായിരുന്ന ഒരു ആരോപണ ശ്രമമാണോ, ഒരു പാഴ് ശ്രമമാണോ ഇത്, അതോ അതിനപ്പുറം CPIM പ്രതിരോധത്തിലാവുന്ന എന്തെങ്കിലും ഒരു വക ഇതിനകത്ത് കാണുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം, നേരത്തെ പ്രേംകുമാർ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള സമയം, ആ സമയത്തൊക്കെ ഇത്തരം പലതും വന്നേക്കാം. അതിന് വസ്തുതകളുടെയും സത്യത്തിൻ്റെയും കണിക പോലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ പുതിയ കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓൺലൈനിലൂടെ ഒക്കെ എന്തും പ്രചരിപ്പിക്കാം എന്ന നില വരും. അപ്പോൾ ആ നിലയിൽ ഇതൊക്കെ ഒരു സാധ്യതയായി കണ്ടുകൊണ്ട്, ഒരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് CPM ജാഗ്രതയോടെ കുറേ കൂടി ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുന്നതിൽ പോകേണ്ടതുണ്ടോ? 3 കാര്യങ്ങളാണ്. ശരത്തെ മനസ്സിലായി. ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത്. കാരണം നമ്മളൊക്കെ ശരത്തൊക്കെ എനിക്കറിയാം, ശരത്തിനെക്കാട്ടൊക്കെ വളരെ മുമ്പേ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തനത്തിൽ ഇടപെട്ടിരുന്ന ഒരു പത്രക്കാരനാണ് ഞാൻ. ഒരു വാർത്ത കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കും ഞാൻ അന്ന് ജോലി ചെയ്ത മാതൃഭൂമി പത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒന്ന് പറയാം. അതിനു മുമ്പ് SK സജീഷും ഡോക്ടർ പ്രേംകുമാറും പറഞ്ഞതിനോട് താത്വികമായിട്ട് ഞാൻ യോജിക്കുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പ്രേംകുമാർ വിശദീകരിച്ച എക്സാലോജിക് കമ്പനിയുടെ പേരിലുള്ള ഒരു വാർത്ത, കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. അതായത് ദുബായിലെ ഒരു ബാങ്കിൽ എക്സാലോജിക് വീണ വിജയൻ്റെ കമ്പനിക്ക് അക്കൗണ്ടുണ്ട്. അവിടേക്ക് പല വിദേശ കമ്പനികളിൽ നിന്നും പണം വന്ന് ചാടുന്നു. അതിനെക്കുറിച്ചൊക്കെ ആരെ അന്വേഷിക്കുന്നത്? ED അന്വേഷിക്കുന്നു. അതൊരു പ്രമുഖ പത്രത്തിൻ്റെ 1-ാം പേജിൽ ബൈലൈൻ വെച്ച് വന്ന വാർത്തയാണ്. ഒറ്റ ദിവസം കൊണ്ട്, മണിക്കൂറിലല്ല, ഒരു ദിവസത്തിൽ കൂടുതലെടുത്തു. പിറ്റേ ദിവസമാണ് ഈ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ വക അതിഗംഭീരമായ ഇടിവെട്ട് പത്രസമ്മേളനം. ഇതൊക്കെ കേരളം അടങ്ങിപ്പോയില്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേറൊരു അക്കൗണ്ട് ദുബായിൽ, ഭീകരമായ വാർത്ത. ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി ഇങ്ങനെ? പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ അത് പൊളിഞ്ഞ് പാളിസായിപ്പോയില്ലേ? ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ എക്സാലോജിക്ക്, ആ 2 കമ്പനികളുടെയും പേര് രണ്ടാമതൊന്നും കൂടി വായിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പത്രലേഖകനെ കാര്യം മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. ഞാൻ ജോലി ചെയ്ത മാതൃഭൂമിയിലാണെങ്കിൽ, മാതൃഭൂമി ഞാൻ അഹങ്കരിക്കുകയല്ല, എന്നാൽ അല്പം ഗമയോടുകൂടി തന്നെ പറയാം, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സ്റ്റോറി എൻ്റെ വകയായിട്ടെന്നല്ല ഒരു റിപ്പോർട്ടറുടെ വകയായിട്ടും പോവില്ല. അതുപോലെയാണ് അതിൻ്റെ ആ ഒരു സിസ്റ്റം. നമ്മളൊരു റിപ്പോർട്ട് കൊടുത്താൽ ചീഫ് റിപ്പോർട്ടർക്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്, അന്ന് P. രാജൻ, NN സത്യവർദ്ധൻ കൊച്ചിയിൽ, P. രാജൻ രാജേട്ടനെ തിരുവനന്തപുരത്തിരിക്കുന്നു, PC സുകുമാരൻ നായരുണ്ട് തിരുവനന്തപുരത്ത്. ഇവരെല്ലാം വായിച്ചു നോക്കി അവരാദ്യം ചോദിക്കുന്നത്, തന്നോട് ആര് പറഞ്ഞോ ഇത്? നമ്മൾ കൊച്ചു പയ്യനാണ്, ചെറുപ്പക്കാരനാണ്. ആരാടോ തന്നോട് ഇത് പറഞ്ഞത്? തനിക്ക് എവിടെ നിന്ന് കിട്ടിയടോ വിവരം? എന്താണ് ഇന്നത്തെ സത്യം? എന്നൊക്കെ 3-4 ചോദ്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇടപാട് തീരും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഒരു വാർത്ത കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അന്ന്. രണ്ടാമത്തെ കാര്യം, K. കരുണാകരൻ. കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിട്ടില്ല.
അക്രമികളുടെ കൂട്ടത്തിൽ, മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാനും ഒന്നാം നമ്പരായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിഗംഭീരമായ സ്റ്റോറി മാതൃഭൂമിയിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ ടുഡേ ചെന്നപ്പോഴത്തേക്ക് അയ്യോ ഭയങ്കരമായ അത് ഇടിവെട്ട് സ്റ്റോറികൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അന്ന് ഒരു കുറച്ചൊക്കെ അതിനകത്തൊരു ഒരു രാഷ്ട്രീയ കളി ഉണ്ടായിരുന്നു. ആന്റണി വിഭാഗം സൃഷ്ടിച്ചത് ഒരു വശത്തെ കെ ആൻ്റണി, പരിശുദ്ധനായ നേതാവ്, മറുവശത്തെ കെ കരുണാകരൻ എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകർത്താവ്. അന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ ലൂസിയ ഹോട്ടൽ ആ സമയത്താണ് തുറന്നതെന്നോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കെ മുരളീധരൻ്റെ ഹോട്ടലല്ലേ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് ഞാനത് തിരിഞ്ഞു. ഞാൻ കെ കരുണാകരനുമായിട്ട് കൂടുതൽ അടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വേറെ തരത്തിൽ മനസ്സിലാക്കി. അത് പിന്നെ പോട്ടെ, രാഷ്ട്രീയത്തിൽ അത് വേറെ, രാഷ്ട്രീയവും പത്ര റിപ്പോർട്ടിങ്ങിലും വന്ന മാറ്റങ്ങൾ. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം മാധ്യമങ്ങളുടെ വിലയിരുത്തലുകളെ നമ്മൾ കാണാൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനെ വേണ്ടത് ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് CPM, ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ നേതൃത്വം, അതിന് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഈ മാധ്യമങ്ങളെ എതിർത്തിട്ട് ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ശക്തമാണല്ലോ. സെൻട്രൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രത്യേകം പറയുന്നുണ്ട്, പ്രേംകുമാറെ അറിയാമല്ലോ. മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനം അത്ര കണ്ട് വിജയിച്ചില്ല എന്ന് സെൻട്രൽ CCയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് സൂക്ഷിക്കണം. ഇവിടെ കേരളത്തിൽ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശക്തം എനിക്ക് തോന്നുന്നു BJPയുടേതാണ്. BJPയുടേത് വളരെ ശക്തമായ ശാസ്ത്രീയമായ സോഷ്യൽ മീഡിയ പ്രവർത്തനം തന്നെയാണ്. കോൺഗ്രസിൻ്റേതും വളരെ ശക്തമാണ്. ഇനിയിപ്പോൾ പൊതുമാധ്യമങ്ങളല്ല കേരളത്തിലെ പ്രധാന മാധ്യമ കേന്ദ്രങ്ങൾ, മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ വേണം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു പന്ഥാവും ഉണ്ടാക്കേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരത്, ഇവിടെ സജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ നോക്കിയാൽ തലക്കെട്ടിൽ മുമ്പ് പറഞ്ഞതുപോലെ ഒറ്റ നോട്ടത്തിൽ ഒരു വായനയിൽ ഒരു വാർത്ത അറിയുമ്പോൾ ഉണ്ടാകുന്ന വളരെ സ്തംഭിപ്പിക്കുന്ന നിലയിലേക്കുള്ളൊരു പ്രതീതി സൃഷ്ടിക്കലിനകത്തുണ്ട്. നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി വന്നതാണ് എന്ന് തന്നെ അതിനോടൊപ്പം കൊടുക്കുകയാണ്. ഡീൽ ഉറപ്പിച്ചത് 60 ലക്ഷം രൂപയ്ക്കാണ്, കൈപ്പറ്റിയത് 22 ലക്ഷം രൂപയാണ്, ആരോപണം കോഴിക്കോട്ടെ പാർട്ടി നേതാവിനെതിരെ എന്ന മട്ടിൽ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള അടുത്ത പത്രത്തിലേക്ക് വന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് തലക്കെട്ടിൽ എഴുതി വെക്കുകയാണ് 22 ലക്ഷം കൈമാറിയെന്ന പരാതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേരും. ഇങ്ങനെ പറയുക, തലക്കെട്ടിലൊക്കെ ആളുകളുടെ ഒറ്റ വായനയിൽ എത്തിപ്പെടുന്ന ഉടക്കിക്കിടക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. പക്ഷേ ഈ രണ്ട് വാർത്തയുടെയും ഉള്ളിൽ ഓരോ വാചകത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയെന്ന് ഇതിനകത്തൊരു പരാതിയിൽ ഒരു വാചകത്തിൽ മന്ത്രി ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴോ, നേരത്തെ ശ്രീ പ്രേംകുമാറും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ശ്രദ്ധയിൽപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് ഉള്ളിൽ ഒരു വരിയിൽ കാണാനുണ്ട്. അതുതന്നെയാണ് മുമ്പ് സൂചിപ്പിച്ച മറ്റേ വാർത്തയിലും അതിന് മുമ്പ് വന്ന വാർത്തയിലും ഇതുപോലെ തന്നെ എല്ലാ തരത്തിലും എതിരായ ഒരു പ്രതീതി സൃഷ്ടിക്കുക, ഉള്ളിലൊരു വാചകത്തിൽ മറിച്ചും പറഞ്ഞു വെക്കുക എന്ന ഒരു നില സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കാലത്ത് ഇടതുപക്ഷം മാധ്യമങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നതിനെക്കുറിച്ച് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് അതിനെക്കുറിച്ച് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സജീഷോട് എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ മന്ത്രി റിയാസിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം, അദ്ദേഹത്തിനെതിരായ ശ്രമങ്ങളെക്കുറിച്ച് നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇതിനകത്തൊരു തട്ടിപ്പ് ശ്രമം നടന്നിട്ടുണ്ടോ? PSCയുടെ പേരും പറഞ്ഞ്, ഭരണത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു തട്ടിപ്പ് നടത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നതും ആളുകൾ ചോദിക്കുന്നൊരു പ്രശ്നം ഇതിനകത്തില്ലേ? അതും CPM ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുമില്ലേ സജീഷ്? ശ്രീ ശരത്ത്, ഒരു വാർത്ത ഇപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം മെനഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ബഹുമുഖമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം ഒരു വാർത്തയിലൂടെ തന്നെ നിർവഹിക്കാനാണ് ഈ കൂട്ടർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സംഘടിതമായ രീതിയിൽ വാർത്ത കൊടുക്കുന്ന രീതിയുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടൊരു കാര്യം, ഈ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 ചാനലുകളിൽ അവതാരകർ അവതരിപ്പിച്ച പരിപാടിയിൽ ഒരേ വാചകങ്ങൾ തന്നെ
പൂർണ്ണമായും വന്നത് നമ്മൾ കണ്ടതാണ്. മീഡിയ വണ്ണിലും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെയും 2 മാധ്യമപ്രവർത്തകർ 2ഇടത്ത് നിന്ന് അവതരിപ്പിച്ച പരിപാടിയിൽ ഒരേ വാചകങ്ങൾ വന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു. അതാണ് ഒരു സിൻഡിക്കേറ്റ് പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് സംഘടിതമായി ബഹുമുഖ ലക്ഷ്യങ്ങളോടുകൂടി വാർത്തകൾ വിന്യസിക്കുക എന്ന കാര്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഇകഴ്ത്തുക, അദ്ദേഹത്തെ ഒരു വിവാദത്തിൻ്റെ ചുഴിയിലേക്ക് കൊണ്ടുവരിക, ഒരു നിഴലിൽ നിർത്തുക. ആ നിഴൽ നിർത്തുന്നതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട പോലെ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് മകളുടെ ഭർത്താവാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുക. അങ്ങനെ എത്തുന്നതോടുകൂടി ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും CPIM-നെയും ആക്രമിക്കാൻ അത് ഏറ്റവും നല്ല ഒരു ടൂളായി ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ കേരളത്തിൽ നന്നായി നടക്കുന്ന ഭരണനിർവഹണത്തെ അതിനെയും മികത്തി കാണിക്കാൻ മറ്റൊരു മാർഗത്തിൽ ഈ വാർത്തകൾ തന്നെ പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെ നമ്മൾ കാണേണ്ടത്, ഇന്ന് ഈ രാജ്യത്ത് UPSCയുടെ കണക്ക് തന്നെ വരികയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച PSC കേരളത്തിലേതാണ്. ഒരു വർഷം കഴിഞ്ഞ UPSC റിപ്പോർട്ട് വരുമ്പോൾ ഒരു വർഷം നടക്കുന്ന PSC നിയമനങ്ങൾ രാജ്യത്തെ 25 സംസ്ഥാനങ്ങളിലെ കാര്യമാണ് PSC പറഞ്ഞതും. അരുണാചൽ പ്രദേശും മണിപ്പൂരും മിസോറാം ഒഴികെയുള്ള 25 സംസ്ഥാനങ്ങളിലെ റിപ്പോർട്ട് UPSC വെക്കുമ്പോൾ 40% നിയമനം കേരളത്തിലാണ്. ഒരു വർഷം 30,000-ലധികം PSC നിയമനം നടത്തുന്നു എന്ന് മറ്റ് സംസ്ഥാനങ്ങൾ ആകെ എടുത്താൽ 1000 നിയമനം പോലും നടത്തുന്നില്ല. ആ രീതിയിലാണ് ഈ പറഞ്ഞ ആക്ഷേപം ഉന്നയിക്കുന്ന BJPയും കോൺഗ്രസും മറ്റിതരരുമെല്ലാം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ PSC നിയമനം രാജ്യത്ത് 1000-ൽ താഴെയാണ് ഒരു വർഷം. അവിടെയാണ് മികച്ച രീതിയിൽ PSC പരീക്ഷ നടത്തുകയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. ആ ഉണർവ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ PSCക്ക് പഠിക്കുകയാണ് എന്ന് പറയുന്ന നിലയിലേക്ക് കേരളം മാറിയത് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ കൃത്യമായി ഇത് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അതിനെ ഇകഴ്ത്തി കാണിക്കുക എന്ന ലക്ഷ്യം വെക്കുകയാണ്. PSC മെമ്പർമാരുടെ കാര്യം തന്നെ പരിശോധിച്ചാൽ അറിയാം. 1982 9 മെമ്പർമാരുണ്ടായിരുന്നത് 2013 ആകുമ്പോൾ 21 മെമ്പറായി വരുന്നു. ഈ എല്ലാ ഘട്ടവും 9-ൽ നിന്ന് 21-ലേക്ക് വർദ്ധിപ്പിച്ചത് മുഴുവൻ UDFൻ്റെ കാലത്താണ്. അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു PSC മെമ്പറെ പോലും അധികം കേരളത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇവർക്ക് തോന്നിയ പോലെയെല്ലാം കാര്യങ്ങൾ ചെയ്തു പോവുകയും അതിലൊന്നും ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ ഒരു പങ്കുമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തെ ഇകത്തി കാണിക്കുക എന്ന ലക്ഷ്യം വെക്കുന്നു. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ PSC ഒരു വർഷം 30,000-ലധികം നിയമനം നടത്തുന്നു. 24 കോടി ജനങ്ങളുള്ള UPയിൽ 4,000-ൽ താഴെ മാത്രം നിയമനം നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു ഡിഫൻസ് ഉണ്ട്. അവരെന്താ പറയുക, നിങ്ങൾ ഈ നല്ല വിമർശനങ്ങൾ മാധ്യമങ്ങൾ ചിലപ്പോൾ ചർച്ചയിലെല്ലാം ഉന്നയിച്ചാൽ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ പറയും, ഞങ്ങൾ പ്രതിപക്ഷ ധർമ്മമാണ് നിർവഹിക്കുന്നത്. പ്രതിപക്ഷ ധർമ്മമാണ് മാധ്യമങ്ങൾക്ക്. ആരാണ് ഏത് കോച്ചിങ് ക്ലാസ്സിലാണ് ഇത് പഠിപ്പിച്ചു വിട്ടതെന്ന് എനിക്കറിയില്ല. പ്രതിപക്ഷ ധർമ്മമല്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഉൾക്കൊള്ളുന്ന കേരളീയ പൊതുസമൂഹത്തിന് അറിയേണ്ട അല്ലെങ്കിൽ ലോകത്തറിയേണ്ട വാർത്തകളെ ശരിയായ നിലയിൽ വിന്യസിക്കുക എന്നുള്ള ധർമ്മം അവർ നിർവഹിക്കേണ്ടതില്ലേ? പ്രതിപക്ഷത്തിന് വായുവിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കാം, അത് രാഷ്ട്രീയമാണ്. അതുപോലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വായുവിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാകണ്ടേ? എല്ലാ പക്ഷത്തോടും ഒരേ നിലപാട് സ്വീകരിക്കണ്ടേ? നിങ്ങൾ നോക്ക്, എന്തെങ്കിലും വാർത്ത ഈ രാജ്യത്തെ ജനങ്ങൾ അറിയുന്നുണ്ടോ? പ്രതിപക്ഷ ധർമ്മമാണ് പോലും. പലപ്പോഴും ചില മാധ്യമ പ്രവർത്തകർ ചർച്ചയിൽ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് രാമക്ഷേത്രം ചോർന്നതും അതുപോലെ തന്നെ പരീക്ഷ നീറ്റും നെറ്റും എല്ലാം ചോർന്നു പോകുന്നതും അതുപോലെ തന്നെ എത്ര പാലമാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ തകർന്നത് എന്ന് ഇപ്പോൾ പറയാനും പോലും പറ്റില്ല. അവിടെയൊന്നും പ്രതിപക്ഷ ധർമ്മം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാൽ ഇപ്പുറത്ത് ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? വർഷങ്ങളായുള്ള കാര്യങ്ങളുണ്ട്, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചില വാക്കുകൾ, വാചകങ്ങൾ, ഓർമ്മപ്പെടുത്തലുകളെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങളെ ലാവിൻ്റെ കാലത്ത് കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുമായി ചേർത്ത് വെച്ച ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നല്ലോ. ആ കമ്പനിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് കാണാം.
ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങളിലും മറ്റും ചർച്ച നടക്കുകയാണ്. ഇവിടെ KPCC പ്രസിഡന്റിൻ്റെ കസേരയുടെ അടിയിൽ തിരുവനന്തപുരത്തും ഡൽഹിയിലെ കസേരയുടെ അടിയിലുമെല്ലാം കൂടോത്രം ചെയ്തിട്ടുണ്ട് പോലും, വീട്ടിലും വേറെയും കൂടോത്രം ചെയ്തിട്ടുണ്ട് പോലും. അവിടെ അത് നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ എന്തായാലും ചെയ്തത്, സ്വന്തം ശരീരത്തിലെ ഷുഗർ ലെവൽ അറിയാൻ വേണ്ടി കോടിയേരിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ഒരു ഉപകരണത്തെ ഏലസാക്കി ചിത്രീകരിച്ച് എത്ര ദിവസം ചർച്ച നടത്തി കൊടുത്ത മാധ്യമങ്ങൾ. ഒരു രീതിയിലും മനുഷ്യത്വമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സത്യസന്ധതയോ പുലർത്താത്ത രീതിയിലുള്ള മാധ്യമപ്രവർത്തനമല്ലേ നടത്തിയത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സമീപ ദിവസങ്ങളിലായിട്ട് SFIക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. SFI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ 35ഓളം വരുന്ന വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥികളുടെ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രസ്ഥാനമല്ലേ SFI? ഈ കഴിഞ്ഞ വർഷം തന്നെ ധീരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ KSUക്കാർ കൊന്നില്ലേ? തിരിച്ചേതെങ്കിലും ഒരു KSUക്കാരന് അത്തരത്തിലുള്ള ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ അവരെ മാലാഖയാക്കുകയും ഇപ്പുറത്ത് അക്രമമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. KSUവിൻ്റെ സമരങ്ങൾ എപ്പോഴും മാധ്യമത്തിന് വിദ്യാർത്ഥി രോഷം ആളിക്കത്തുകയും SFI സമരം ചെയ്യുമ്പോൾ അത് വിദ്യാർത്ഥി സമരം അക്രമാസക്തമായി എന്നും പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് ഇവിടെ. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് ഹനീഫ, മധു ഈച്ചരത്ത്, ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ലാൽജി തുടങ്ങിയ ആളുകൾ പരസ്പരം വെട്ടിക്കൊന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര ആൾക്കറിയാം? കോൺഗ്രസ്സുകാർ 3 പേർ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ പരസ്പരം വെട്ടിക്കൊല്ലപ്പെട്ടത് ഈ കേരളത്തിലെ ആർക്കെങ്കിലും അറിയാമോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ബാബു എന്ന് പറയുന്ന പഴയ എക്സൈസ് മന്ത്രിയുടെ സ്വത്ത് ED കണ്ടുകെട്ടിയിട്ടില്ലേ? അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ലേ? ഇവിടെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ജനങ്ങളത് അറിഞ്ഞിട്ടുണ്ടോ? മുൻ മന്ത്രിയായിരുന്ന ശിവകുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ അഴിമതിയുടെ പേരിൽ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അറിയുന്നത് 30 രൂപ ഓട്ടോ കാശ് വാങ്ങിയ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഓമനക്കുട്ടനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. തലകുനിച്ച് ആ മനുഷ്യനെ നിർത്തിയിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ, ഒരു ഉളുപ്പും ഇല്ലാത്ത ചില മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. ഇത്തരം ആളുകൾ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ചോദ്യം ചെയ്യാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ മറ്റു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്ന് കാണേണ്ടത്, ശ്രീ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. നവമാധ്യമങ്ങളും മറ്റും ഇടപെടുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി കാണേണ്ടതുണ്ട്. ആവാവുന്ന രീതിയിൽ ആ രംഗത്തേക്ക് വരും. പക്ഷേ അവിടെയും ചില പ്രതിസന്ധികളുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഈ പറഞ്ഞ വലതുപക്ഷം നവമാധ്യമ പ്രവർത്തനത്തിനായി തള്ളിക്കൊണ്ടിരിക്കുന്നത്. പണം വാങ്ങിയിട്ടാണ് ഈ കമ്പനികളെല്ലാം, മെറ്റ ഉൾപ്പെടെ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെ ഇൻസ്റ്റയും എല്ലാം കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ വൻകിട കമ്പനി പണം വാങ്ങിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ആ പണവും അഴിമതി പണം BJP നല്ലവണ്ണം അതിലേക്ക് പമ്പ് ചെയ്യുന്നു, കോൺഗ്രസും പമ്പ് ചെയ്യുന്നു. അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായത്തെ മറച്ചു വെക്കുകയും അതിന് വലിയ റീച്ച് കിട്ടാതിരിക്കുകയും, എന്നാൽ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തെ സോഷ്യൽ മീഡിയയിലും ഇവർ കവർ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനെ ബഹുജന ശക്തിയെ ഉപയോഗിച്ച് തന്നെ നേരിടാൻ തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളതും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കാരണം ജനങ്ങളുടെ ജീവിതാനുഭവത്തിലൂടെ കാര്യങ്ങളെ വിശദീകരിച്ചപ്പോഴെല്ലാം ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് തുടർന്ന് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തലാണ് പ്രശ്നം. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം തെറ്റായ എല്ലാ മാധ്യമങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടക്കുന്ന ഈ എന്താ പറയുക യുദ്ധമുണ്ടല്ലോ, അതായത് ഇടതുപക്ഷത്തിനെതിരായി ഉള്ള യുദ്ധം, ആ യുദ്ധത്തെ ജനങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യണം? ഈ നെറികേടിനെ, ഈ കളവ് പ്രചരണത്തെ, മാധ്യമങ്ങളുടെ ചില താല്പര്യങ്ങളെ കൃത്യമായി തുറന്നു കാണിക്കപ്പെടണം. അതിനുള്ളൊരു മനസ്സിലേക്ക് കേരളത്തിലെ ജനതയെ എത്തിക്കുക കൂടി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ കളവ് മാത്രം ഇനി ഞങ്ങൾക്ക് ദഹിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ മാറ്റിക്കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം, ഞാൻ പ്രേംകുമാറിലേക്കാണ്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്, തെരഞ്ഞെടുപ്പ് മുമ്പ് നമുക്കറിയാം കനകോലുവിൻ്റെ വരവ് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ രംഗത്ത് ഏതൊക്കെ തരത്തിൽ, താങ്കൾ എങ്ങനെയാണ് അത് നിരീക്ഷിച്ചുള്ളത്? ഈ സാഹചര്യത്തിൽ അത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. കാരണം ഈ വാർത്തകൾ ഇങ്ങനെ 1-2 പത്രങ്ങളിൽ വരുന്നു, നിസ്സാരക്കാരല്ലാത്ത വലിയ പത്രങ്ങളിലാണ് വാർത്തയായി വരുന്നു. അതിൻ്റെ പല തലങ്ങളും നമ്മൾ സംസാരിച്ചല്ലോ. തലക്കെട്ടുകളിൽ വളരെ ഒരു മന്ത്രിയെ തന്നെ ബന്ധപ്പെടുത്തി സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും വലിയ പ്രതിസന്ധിയിലാകുന്നു, അതാ പുതിയൊരു വിവാദം വരുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുവരിക. അതിന് തൊട്ട് പുറകെ ഈ കോൺഗ്രസ് സൈബർ സ്പേസ് ഉണ്ടല്ലോ, അത്തരം ഗ്രൂപ്പുകളിലൂടെ
വലിയ പോസ്റ്ററുകൾ പ്രചരിക്കുകയാണ്. നേരിട്ട് മന്ത്രി റിയാസ് ഒരു അഴിമതി നടത്തി എന്ന നിലയിലേക്ക് ഒരു പോസ്റ്റർ ഇറക്കി, ഒരു സോഷ്യൽ മീഡിയ കാർഡ് ഇറക്കി പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പല ഗ്രൂപ്പിലും കാണാനാകുമായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു രീതി, ഇതിൻ്റെ ഒരു പ്രചാരണ രീതി ഏറ്റെടുക്കുകയാണ്. പത്രങ്ങളിൽ കിട്ടുന്ന ഒരു സ്പേസിനെ ഉപയോഗിച്ച് വേറൊരു പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ, അതിനനുസരിച്ച് കനഗോലു എഫക്റ്റ് കോൺഗ്രസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് വന്നൊരു വിഷയം കൂടി ഞാൻ പ്രേംകുമാറിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അതായത് ബാർ പ്രശ്നത്തെ, ബാറുകളുടെ ഈ അബ്കാരി നയവുമായി ബന്ധപ്പെട്ട പുതുക്കുന്ന ആ സമയത്തെ ആ വിവാദം ഓർമ്മയുണ്ടല്ലോ. അതിന് മന്ത്രി രാജേഷ്, എക്സൈസ് മന്ത്രി, നിയമസഭയിൽ മറുപടി നൽകിയ ശേഷം വാർത്താസമ്മേളനത്തിലും മറ്റും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി വരുന്ന 2 വർഷക്കാലം വളരെ സ്തോഭജനകമായ ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടാകും, ഒട്ടും അത്ഭുതപ്പെടേണ്ട, ഉണ്ടാവും. തെറ്റാണെന്ന് തെളിഞ്ഞാലും അവ തിരുത്തില്ല, അതുകൊണ്ട് തന്നെ അത് കരുതിയിരുന്നോളുക, ശ്രദ്ധിച്ചിരുന്നോളുക എന്നു പറഞ്ഞത് ഇതേ സഭാ കാലയളവിൽ തന്നെ പുതിയൊരു ശ്രമം, മറ്റൊരു ശ്രമം നടക്കുമ്പോൾ എം പി രാജേഷ് പറഞ്ഞത് കുറെ കൂടി പ്രസക്തമാവുകയാണോ? അല്ല, അതിലെന്താന്ന് വെച്ചാൽ എസ് കെ സജീഷ് വിശദമായിട്ട് പറഞ്ഞ സംഗതിയോട് എനിക്ക് കുറച്ച് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ വിയോജിക്കാനോ ആണുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ പുരോഗമന നിലപാടുകളാണെങ്കിൽ ആ നാട്ടിൽ നിൽക്കുന്ന സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ അപ്പാരറ്റസസ് എന്ന് പറയുന്ന ലിറ്ററേച്ചർ ആയിരുന്നാലും മീഡിയ ആയിരുന്നാലും TV ആയിരുന്നാലും സോഷ്യൽ മീഡിയയിലായിരുന്നാലും അതിനോട് ചേർന്ന് നിൽക്കില്ല, അതിനെ പൊളിക്കാനേ ശ്രമിക്കുള്ളൂ. CPM നടത്തുന്ന പ്രചരണങ്ങളെ, ഇടതുപക്ഷം നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരാണ് സകല മാധ്യമങ്ങളും, മെറ്റയും എന്താ പറയുക, വാട്സാപ്പും എല്ലാം എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിലനിൽക്കുന്ന ഈ നെറുകെട്ട വ്യവസ്ഥക്കെതിരെയുള്ള എന്തെല്ലോ കാര്യങ്ങൾ CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകളിൽ ഉണ്ടെന്നാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇടതുപക്ഷ പാർട്ടികളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ചെയ്യേണ്ടത് ഇതാ ഇവരെല്ലാം കൂടി ബഹളം ഉണ്ടാക്കുന്നേ എന്ന് പറയുക എന്നല്ല, എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല എന്നുള്ളിടത്താണ് എനിക്കുള്ള വിമർശനം. അതായത് ഫ്യൂഡൽ മാടമ്പിമാര് തൊഴിലാളികളെ അല്ലെങ്കിൽ എന്താ പറയുക കർഷകരെ പീഡിപ്പിക്കുന്നു, അവരെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു, മുതലാളിമാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിന്റെ അവസ്ഥകൾ വിശദീകരിക്കണം, തീർച്ചയായിട്ടും വിശദീകരിക്കണം. പക്ഷെ കേരളത്തിന്റെ അവസ്ഥയിൽ മീഡിയയെ പറ്റിയിട്ടും വലതുപക്ഷ മുന്നണിയെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ ആവശ്യത്തിലൊക്കെ എത്രയോ കൂടുതലായി. വാട്ട്സ് ഓൾട്ടർനേറ്റീവ്? ഇതാണ് പ്രശ്നം. പകരം എങ്ങനെയാണ് ആളുകളിലേക്ക് വസ്തുത അറിയിക്കാൻ, എത്തിക്കാൻ, എന്താണ് ചെയ്യാനുള്ളതെന്നാണ്. കൊച്ചിയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഗംഭീര ഇവന്റ് നടക്കുന്നുണ്ട്. IBMന്റെ ജെൻ AI കോൺക്ലേവ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണത്. മിനിസ്റ്റർ P. രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മീഡിയയിലും അത് വരുന്നില്ല, അത് ആളുകളിൽ എത്തുന്നില്ല. ഈ 12-ാം തീയതി നോക്കൂ നിങ്ങൾ, വിഴിഞ്ഞത്ത് മദർഷിപ്പ് വരാൻ പോവാണ്. അവിടെ ഷിപ്പേ വരില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഒരു കൊല്ലമായിട്ടില്ല കേരളത്തിലെ നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് VD സതീശൻ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മലയാള മനോരമയെയും ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ ചൊല്ലിയോ തല്ലിയോ നന്നാക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അതിന് പകരം എന്ത് ചെയ്യാനാവുമെന്ന് ആലോചിക്കാനല്ല, ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് രണ്ട് സാധ്യതകൾ നമ്മൾ കാണണം. കാരണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയെയും മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചത് നമുക്കറിയാവുന്ന പോലെ മോഡി സർക്കാരാണ്. പക്ഷേ ആ മാനിപ്പുലേഷൻ 2 തവണ അവരെ അധികാരത്തിൽ എത്തിച്ചു. പക്ഷേ 3-ാം തവണ എത്തുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഫണ്ട് പമ്പ് ചെയ്തിട്ട് പോലും നമുക്കറിയാലോ, ഈ ഇലക്ഷൻ സമയത്ത് 100-ലധികം ഇന്റർവ്യൂസ് ആണ്, പ്ലാൻഡ് ഇന്റർവ്യൂസ് ആണ് നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ടായത്. അതുവരെ ഒരു ഇന്റർവ്യൂവും കൊടുക്കാതിരുന്നാൾ. എന്നിട്ട് പോലും ധ്രുവ് റാട്ടിയുടെ വീഡിയോയ്ക്ക് മുന്നിൽ ഇദ്ദേഹം പതറി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മുന്നിൽ ഈ മനുഷ്യൻ നിന്ന് പതറുന്നത് നമ്മൾ കാണുന്നു. അപ്പം ഈ സ്ട്രാറ്റജിയും പേയ്മെന്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റൈസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ പിന്നെ there is a falling action on that. 2021 ഇലക്ഷന് മുന്നേയും കേരളത്തിലെ UDF-ഉം BJP-യും മീഡിയയും കൂടെ ഇടതുപക്ഷത്തിനെതിരെ അവരുടെ സർവശക്തിയും എടുത്തിട്ട് ഗംഭീരമായ യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ പക്ഷേ ഇടതുപക്ഷമായിരുന്നു വിജയിച്ചത്. പക്ഷെ അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് കനകോലു രാഷ്ട്രീയ KPCC യോഗത്തിൽ ഇറങ്ങി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തു എന്നല്ലാതെ അവർ ചെയ്യേണ്ടുന്ന പരിപാടികൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വിവാദത്തിന്റെ അകത്ത് എനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടൊരു കാര്യം, മുഹമ്മദ് റിയാസിന്റെ കൂടെ സച്ചിൻ ദേവ് MLA-യുടെ പേര് കൂടെ പറയുന്നുണ്ട്. ഈ വാർത്തകൾക്കിടയിൽ ഇങ്ങനെ പറയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അറിയാം, ഒരു ദിവസം കേരളത്തിൽ
ചുരുങ്ങിയത് 100-ലധികം വ്യാജ വാർത്തകൾ, വെറും ഫേക്ക് ന്യൂസ്, ട്രോൾ വീഡിയോസ് ഉണ്ടാവുന്നുണ്ട് സച്ചിൻ ദേവുമായി ബന്ധപ്പെട്ടിട്ട്. സച്ചിൻ ദേവ് ആര്യ സച്ചിൻ ദേവ് പൊട്ടിക്കരഞ്ഞു, ആര്യയെ പുറത്താക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടാർഗറ്റാണ്. എന്താണ് അതിന്റെ കറക്റ്റ് ലോജിക്ക് എന്ന് എനിക്കറിയില്ല. കോഴിക്കോടുള്ള ആളാണെന്നുള്ളതുകൊണ്ടാണ്, എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു യങ്സ്റ്ററെ ഇത്രയും വലിയൊരു പൊസിഷനിൽ വെച്ചത് തകർക്കുക, തിരുവനന്തപുരത്തുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു ആധിപത്യം, എന്താണ് അതിന്റെ പിറകിലുള്ള കറക്റ്റ് മെഷീനറി എന്ന് എനിക്കറിയില്ല. സച്ചിൻ ദേവ് ആര്യ ഈ പേരിനെയും അതിഭീകരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ അറിയുകയും അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണ് വേണ്ടത്. ഉണ്ടാവേണ്ടതിനേക്കാൾ ഏറെ ശേഷി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷെ അത് പ്രോപ്പറായ രീതിയിൽ വിനിയോഗിക്കുന്നതിൽ, അതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട്, അതിൻ്റെ എമർജൻസി സിറ്റുവേഷനെ പറ്റിയിട്ട് ഇപ്പോഴും അവെയർ അല്ല ഇടതുപക്ഷം എന്ന് വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. സത്യമാണല്ലോ. അതായത് മുഹമ്മദ് റിയാസ് വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു PSC മെമ്പറേയും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഞാൻ ഒരാളെടുക്കുന്ന കാശ് വാങ്ങിച്ചിട്ടില്ല, കാശ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ അറിയുന്ന ആരും വിശ്വസിക്കുകയില്ല, ഒക്കെ സത്യമാണ് എന്ന് കരുതി മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ക്യാമ്പയിൻ ഗംഭീരമായിട്ട് നടന്നു പോകുന്നത്. ഇപ്പം സാധാരണഗതി നമുക്കറിയാം, പഴയ സ്വർണ്ണ കള്ളക്കടത്ത് സമയത്ത് വന്നിരുന്നൊരു വാർത്തയായിരുന്നു UAE കോൺസുൽ ആളുകൾക്ക് iPhone കൊടുത്തു എന്നുള്ളൊരു വാർത്ത. ആദ്യഘട്ടത്തിൽ കണ്ടത് CPM-ന്റെ നേതാക്കന്മാർക്ക് കൊടുത്തു, ഭാര്യയ്ക്ക് കൊടുത്തു നോക്കിയത്. പിന്നെ അറിയുന്നു രമേശ് ചെന്നിത്തലയ്ക്കും ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, IMEI നമ്പറൊക്കെ വന്നു. അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, സത്യമായിട്ട് ക്ലിയർ ആയിട്ട്, ഞാൻ വാങ്ങിച്ചിട്ടില്ല, എൻ്റെ ഡ്രൈവർ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്നു വാങ്ങിച്ചത്. രാഷ്ട്രീയ കേരളം അത് വിശ്വസിക്കുകയാണ് ചെയ്തത്. അവിടെ നിൽക്കുകയായിരുന്നു ബഹളം. കാരണം രമേശ് ചെന്നിത്തല അറിയാതെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു iPhone വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയെ ക്രൂശിക്കുന്നതും അയാളുടെ പിന്നാലെ പോകുന്നതും ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മളുടേത്. പക്ഷേ ഇതേ സംഗതി മുഹമ്മദ് റിയാസിന്റെയോ പിണറായി വിജയന്റെയോ ഡ്രൈവറാണ് വാങ്ങിച്ചതെങ്കിൽ ഈ തരത്തിലല്ല കേരളവും കേരളത്തിലെ മീഡിയയും ആഘോഷിക്കുക. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ പറ്റി കൃത്യമായി അവെയർ ആയിരിക്കുകയും, ഞാൻ പലപ്പോഴും ഇതിനായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു 2-3 ദിവസത്തെ തീരുമാനം കൊണ്ട് കേരളം മുഴുവൻ 1000-ലധികം കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടായിട്ട് ലോകത്തിന് മാതൃകയായ രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സൊസൈറ്റിയുള്ള നാടാണ് കേരളം. അവിടെയുള്ള ഈ സിവിക് സൊസൈറ്റിയെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ അബദ്ധങ്ങൾ പറ്റില്ല, ഒരിക്കലും അബദ്ധങ്ങൾ പറ്റില്ല ഞങ്ങൾക്ക് എന്നുള്ള ആ ഒരു അന്ധവിശ്വാസം മാറ്റി അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനും ഫ്ലെക്സിബിളായിട്ട് സമ്മതിക്കാനും ആളുകൾക്ക് മനസ്സിലാവുന്ന ലോജിക്കിൽ സംസാരിക്കാനും. കാരണം ഞാൻ പറയുന്നത് ശരിയായാലും മാത്രം പോരല്ലോ, കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുകയും വേണം. അവരുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങളെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റായിട്ട് അപ്രോച്ച് ചെയ്യും, പിടിച്ച വാശിയിൽ തന്നെ നിൽക്കാതെ സമ്മതിക്കുകയും ചെയ്യുന്ന രീതിയിൽ സജസ്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ ഒരു മുഖ്യമന്ത്രിയോ അല്ല, ഇടതുപക്ഷ ചേരി എന്ന് പറഞ്ഞ കേരളത്തെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഇനിയും ഏറെ നടത്താനുള്ള ഒരു സംഗതിയാണ് ഇല്ലാതാവുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമസ്ത മുന്നണികളും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനെ അതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം CPIM എന്നുള്ള പാർട്ടിക്ക് തന്നെയാണ്. അതിൽ ഞാൻ ഒന്നും കൂടെ പറയും, സജീഷ് ഇവിടെ ഉള്ളതുകൊണ്ട് അതിന്റെ യുവജന വിഭാഗത്തിനാണ്, DYFIക്കാണ്, SFIക്കാണ് ആ കാര്യം, ആ ചരിത്രപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആലോചിച്ചാൽ പോരാ, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. നമുക്കതിലേക്ക് വരാം. അതിൻ്റെ അവസാന ഘട്ടത്തിൽ സജീഷ് അതുകൂടി ചേർത്തൊരു മറുപടി പറയട്ടെ. കാരണം ഇത്തരം ഈ നിലയിലും ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. തെറ്റായ പ്രചാരണം നടക്കുമ്പോഴും അതിനപ്പുറം വസ്തുത എന്താണ്, ഏത് തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു, എന്താണ് ഇതിന് പിന്നിലെ താല്പര്യങ്ങൾ എന്നതുകൂടി ചർച്ചയുടെ ഭാഗമാകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയം ആ നിലയിൽ തന്നെ സംസാരിച്ചു പോകുന്നത്. ഞാൻ ഈ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ശ്രീ ജേക്കബ് ജോർജ്, സാധാരണ ഇത്തരം അധികാരത്തിലിരിക്കുമ്പോൾ പിരിവും ഇത്തരം അഴിമതിയും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ്, UDF ഭരണകാലത്താണ്. താങ്കൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുണ്ടാകാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല ഞാൻ പോകുന്നതെങ്കിലും, പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ തുടർ ഭരണമാണ്. ഈ 2 ടേമിലൂടെയും ഇതുവരെയും പ്രതിപക്ഷത്തിന് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ പോയി സർക്കാരിനെതിരായിട്ടുള്ള ഉത്തരവുകളാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക, അത് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഈ നിലയിൽ കഴിഞ്ഞിട്ടുമില്ല. അതാണ് അതിൻ്റെ മറ്റൊരു യാഥാർത്ഥ്യം.
ഇതുള്ളത് കൊണ്ടാണോ ഇന്നടക്കം ഈ വിഷയം വരുമ്പോഴും നിയമസഭ നടക്കുമ്പോഴും പ്രതിപക്ഷം ഇങ്ങനെ അറച്ചു നിൽക്കുകയാണ്? അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പോലും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല ഈ വിഷയം എന്ന നിലയിൽ കൂടി ഒരു അനുഭവം, ഒരവസ്ഥ ഈ വിഷയം നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നില്ല, അങ്ങനെയും നിൽക്കുന്നില്ലേ? റിയാസ്, ചില വ്യക്തികളുണ്ട്, ചില രാഷ്ട്രീയത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ചില വ്യക്തികൾ, അതെല്ലാ പാർട്ടികളിലും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. അവർക്കെതിരെ സാധാരണഗതിക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ സാധാരണ പ്രതിപക്ഷമോ എതിർവശത്ത് നിൽക്കുന്ന കക്ഷികളോ മടിക്കും. കാരണം അത് ഏക്കത്തില്ല എന്നറിയാവുന്നത് കൊണ്ട്, അത് ആ വിശ്വാസ്യത കൊണ്ടാണ്. മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ വളരെ ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ടറിയില്ല. അവർ കോഴിക്കോട്ടുകാരാണ്. അദ്ദേഹത്തിന് ഒരു കുറ്റവും ചാർത്താനാവാത്ത വിധം നല്ലവനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതൊരു പ്രത്യേകതയാണ്. അത് കൊട്ടേഷനിൽ തന്നെ ഒരു കോട്ടിട്ട് തന്നെ പറയണം, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. റിയാസ് SFIയുടെ വിദ്യാർത്ഥി സംഘടന താഴത്തെ തട്ടിൽ നിന്ന് പടിപ്പടിയായിട്ട് മുകളിൽ കയറി വന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെ ആയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട്, പാർട്ടിയിലെ യോഗ്യത കൊണ്ട് മാത്രമാണ് മന്ത്രിസ്ഥാനം കിട്ടിയത്. പക്ഷേ 2 ഘടകങ്ങൾ അദ്ദേഹത്തിനെതിരാണ്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ ഭർത്താവ് എന്ന സ്ഥാനം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പേര്. ഈ പേര് വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കുന്നവർ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിനെതിരാണ്. ഇതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് വേണം അദ്ദേഹം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ. അതാണ് ഇവിടെ കേരളത്തിലെ മന്ത്രിമാരിൽ ഏറ്റവും ശക്തമായിട്ട് തുറന്ന് പ്രതികരിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളാണ് റിയാസ്. അതുകൊണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ആൾക്കാർ തിരിയാൻ സാധ്യതയുണ്ട്. പിണറായി വിജയനും ഇതുതന്നെയാണ് വിഷയം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മുമ്പേ ഞാൻ കരുണാകരൻ്റെ കാര്യം പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യാൻ എല്ലാ പത്രങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒരു രസമാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഒന്ന് കൊടുത്തല്ലോ. പക്ഷേ അവിടെയാണ് നേരത്തെ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്ത സോഷ്യൽ മീഡിയ, പത്ര റിപ്പോർട്ടറിനാണെങ്കിലും മാധ്യമ പ്രവർത്തകനാണെങ്കിലും മാധ്യമങ്ങൾക്കാണെങ്കിലും ആവശ്യം വേണ്ട ഒരു ഘടകമാണ് വിശ്വാസ്യത, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ആ ക്രെഡിബിലിറ്റി ഒരിക്കൽ പോയി തുടങ്ങിയാൽ ആ പത്രത്തിന്, ആ മാധ്യമത്തിന് വലിയ പ്രതിസന്ധിയാവും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ. അത് മാധ്യമങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. CPMന് വളരെ വിദഗ്ധമായിട്ട് തന്നെ ഇപ്പം തന്നെ തോമസ് ഐസക് എക്സാലോജിക്കിൻ്റെ വിഷയം ഒരു പത്രത്തിൽ 1-ാം പേജിൽ വന്നു. പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ ഷോൺ ജോർജ് പറയുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ തോമസ് ഐസക്കിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ 2-3 വരി കൊണ്ട് ആ ഒരു വലിയ തീപ്പൊരി വാർത്തയെ അടിച്ചൊതുക്കാൻ കഴിഞ്ഞു. അത് ആ ഒരു വിശ്വാസ്യത, ആ ഒരു കഴിവാണ് CPMനെന്നല്ല ഏത് പാർട്ടിക്കും, കോൺഗ്രസിനാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാവേണ്ടത്. ഇന്ന് തന്നെ ഒറ്റ ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇന്ന് തന്നെ നമ്മുടെ ജോസ് കെ മാണി കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു മീറ്റ് ദ പ്രസ് നടത്തി. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് മനോഹരമായിട്ട്, സാധാരണ ജോസ് കെ മാണിയെക്കുറിച്ച് എനിക്കൊക്കെ ഉള്ളൊരു അഭിപ്രായം, ഇതിന് വർത്തമാനം പറയാൻ അറിയത്തില്ല, ശരിക്കും പത്രക്കാരോട് സംസാരിക്കാൻ അറിയത്തില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അങ്ങേയറ്റം വളരെ സെൻസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും വളരെ വിദഗ്ധമായിട്ട് തന്നെ അദ്ദേഹം അത് നേരിട്ടു, യാതൊരു സംശയമില്ല. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പതിവായിട്ട് മാധ്യമങ്ങളെ കണ്ടാൽ, പതിവായിട്ട് പത്രക്കാരുമായിട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് സംവദിച്ചാൽ ഇതിനൊക്കെയും തിരിച്ചടിക്കാൻ കഴിയും. അത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു നിർദ്ദേശം മാത്രമാണ്. അത്തരം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ വളരെ നിർണായകവും വളരെ ശ്രദ്ധേയവുമായി മാറിയ ഒരു അനുഭവമുള്ള നാടാണ് കേരളം, മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ എന്നുകൂടിയാണ്. ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും, കരുണാകരനാണെങ്കിലും നിരന്തര സാധ്യത, ഒരു പ്രക്രിയ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടതാണ്, ജനങ്ങൾ തന്നെ അത് ഏറ്റെടുക്കുന്ന നിലയിൽ ആ വാർത്താ സമ്മേളനങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ നിലയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്ക് വേഗം ഈ ചർച്ചയുടെ ഒരു അവസാന മിനിറ്റുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സജീഷ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഇപ്പോൾ തിരുത്തലുകൾ വരുത്തി വേണ്ട വിധത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് CPM മുന്നോട്ട് പോകും എന്ന നിലയിലുള്ള
നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, അത്തരം വിലയിരുത്തലുകളുടെ ഒരു കാലമാണ്. അപ്പോഴാണ് ഇത്തരം ഒരു തട്ടിപ്പ് ശ്രമം നടന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തട്ടിപ്പ് എന്നതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വരുന്നത് എന്നതുകൂടി രാഷ്ട്രീയമായി CPIM കാണണ്ടേ? തീർച്ചയായും ജനങ്ങളുമായി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി സംവദിക്കുക എന്നുള്ളത് തന്നെയാണ് CPIM എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാറും അതുപോലെ തന്നെ ശ്രീ ജേക്കബ് ജോർജ് സാറും പോസിറ്റീവായി പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. കാരണം നിലവിൽ ഈ മാധ്യമങ്ങളാകെ സ്വീകരിക്കുന്ന ഈ നിലപാടിനെതിരായി അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാമുള്ള കൃത്യമായ നിരീക്ഷണങ്ങളും ആ രംഗത്ത് പോരായ്മകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനെയെല്ലാം പോസിറ്റീവായി തന്നെ കാണുന്നു. കാരണം സത്യത്തിൽ കേരളത്തിൽ ഒരു 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് 8 വർഷത്തിനപ്പുറത്തുള്ള ഒരു ഓർമ്മയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ പറഞ്ഞ വാദഗതികൾ ഉന്നയിക്കുന്ന UDFൻ്റെ അവസ്ഥ എന്തായിരുന്നു, അവർ ഭരിക്കുന്ന കേരളം എങ്ങനെയായിരുന്നു എന്നൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ജനങ്ങളെ. അത് വലിയ പരിശ്രമത്തിലൂടെ തന്നെ നടത്തേണ്ടതാണ്. അവരെന്താണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ യഥാർത്ഥത്തിൽ തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം സജീവമായി പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഈ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ AKG സെൻറ്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ വല്ലാത്തൊരു രീതിയിലാണല്ലോ കിട്ടിയോ എന്ന് മീഡിയയിലൂടെ ഒരു വാചകം, ഒരു വാക്കുകൾ ഇവർ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ചില വാക്കുകൾ, ആ വാക്കുകൾ നിരന്തരമായി പ്രയോഗിക്കുന്നു. മീഡിയയിൽ, സോഷ്യൽ മീഡിയയിലെല്ലാം അന്നത്തെ ചോദ്യം കിട്ടിയോ എന്നാണ്. കിട്ടിയോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ച് പോയി കഴിഞ്ഞാൽ എന്തോ CPIMന് നേരെയുള്ള അല്ലെങ്കിൽ AKG സെൻറ്റർ ആക്രമണത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇതേ മാധ്യമങ്ങളിപ്പോൾ പ്രതിയെ പിടിച്ചപ്പോൾ ആ പ്രതിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒളിവിൽ ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുറത്തു വരുമ്പോൾ ശബ്ദിക്കുന്നില്ല. മാത്യു കോൾനാടൻ എന്ന് പറയുന്ന MLA ജീവിതത്തിലുടനീളം എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന് എവിടെയെങ്കിലും വെച്ച് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ മാധ്യമങ്ങൾ ആരെങ്കിലും തയ്യാറാകുന്നില്ലല്ലോ. 50 സെൻറ്റ് 30 രൂപയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ 50 സെൻറ്റ് സർക്കാർ ഭൂമി സ്വന്തമായി കെട്ടിവളച്ചെടുത്ത മാത്യു കോൾനാടനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ദിവസം ചർച്ച നടത്താൻ വേണ്ടി പോലും പറ്റില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറ്റില്ല. ഇതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇതേ വിഷയം വരുന്നു. ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP-യുടെ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു, കയ്യോടെ അറസ്റ്റ് ചെയ്തു. അത് കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടോ? ചർച്ച ചെയ്യുന്നുണ്ടോ? എത്ര ദിവസം ചർച്ച ചെയ്യപ്പെടുന്നു? അപ്പോൾ ഈ രീതിയെ തിരുത്തിക്കേണ്ടതുണ്ട്. ഈ രീതിയെ തിരുത്തിക്കാൻ നല്ല സംവാദങ്ങൾക്ക് സോഷ്യൽ മീഡിയയും എല്ലാം സജ്ജമാക്കിയെടുക്കേണ്ടതുണ്ട്. ആ രംഗത്തേക്ക് ഞങ്ങൾ എങ്ങനെയാണോ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ മലയാളികളോടൊപ്പം ഉണ്ടാകും. ലോകം കേരളത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ലോകം കേരളത്തെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് യുനിസെഫും യുനെസ്കോയും നമ്മുടെ സമയത്തിനകത്ത് ഇത് ചർച്ച നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഞാൻ പ്രേംകുമാർ വളരെ ചുരുക്കം വാക്കുകൾ, അതായത് ഇതേ കാലയളവിൽ കേരള രാഷ്ട്രീയത്തിലൂടെ കടന്നു പോകുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥയും എന്നതും കാണേണ്ടതല്ലേ? അല്ല, അത് ജനങ്ങൾ കാണില്ല. എന്താണെന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ മത്സരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിനോടാണ്. ആ വിഷ സർക്കിളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. അതിന്റെ മുന്നത്തെ UDFന്റെ കാലം ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാം പിണറായി സർക്കാരിനോടാണ് മത്സരിക്കേണ്ടത്. പക്ഷെ ഉള്ള പ്രശ്നം 2 വാക്കുകളിലേക്ക് ഞാൻ ചുരുക്കാം. അതായത് കണ്ടന്റ്, നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇടതുപക്ഷം, അല്ലെങ്കിൽ CPM. ഇവിടെ കൗണ്ടർ ചെയ്യാനാണ് നമ്മൾ സമയം മെനക്കെടുക്കുന്നത്. ഒരാൾ ആരോപണം ഉന്നയിക്കുന്നു, അതിന് മറുപടി പറയാണ് മുഖ്യമന്ത്രി. അത് മാറിയിട്ട് കോവിഡ് കാലത്തൊക്കെ ജേക്കബ് ജോർജ് പരാമർശിച്ച സമയത്തൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ലോകമെമ്പാടുമുള്ള മലയാളികൾ അജണ്ട സെറ്റ് ചെയ്യണം.
അതാണ് ഞാൻ പറയുന്ന പ്രയോഗം. അജണ്ട സെറ്റ് ചെയ്യേണ്ടത് ഇടതുപക്ഷമാവണം, CPM ആവണം. അപ്പോഴങ്ങനല്ല നടക്കണമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ക്രൂഷ്യലായ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് 3 പേർക്കും. നമുക്ക് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു.